ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസത്തിൽ കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരാള് അപകടപ്പെട്ട് തന്റെ കാലും രണ്ടും ഒടിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. വളരെ ആ ദേശത്തിൽ അറിയപ്പെട്ടിരുന്നതായ ഈ മനുഷ്യൻ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നറിഞ്ഞ് നാട്ടുകാരും ദേശക്കാരും എല്ലാം സന്ദർശിക്കാൻ പോയി. അനേക ദൈവമക്കളും ആ കൂട്ടത്തിൽ കടന്നുപോയി. ദൈവമക്കൾ പോയപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോയി. മറ്റവരെല്ലാം പോയിട്ട് വീണ്ടും കാണാം, പിന്നെ കാണാമെന്ന് പറഞ്ഞ് ചിരിച്ച തമാശകൾ പറഞ്ഞിട്ട് മടങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു വാഞ്ചയുണ്ടായി. അല്ലെങ്കിൽ ഞാൻ ഇവർക്കെതിരെ ദ്രോഹം ചെയ്തവർ ഇവർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ, ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായി. ഡോക്ടർമാർ പറഞ്ഞു ഇനി എഴുന്നേറ്റ് നടക്കുന്നത് ബുദ്ധിമുട്ടാണ്, എല്ലാ കാര്യങ്ങളും ബെഡിൽ തന്നെ ആയിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ നിർദ്ദേശിച്ചു. പിന്നെ പ്രാർത്ഥനയുടെ ശക്തി കൂടി. അനേകർ പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. ദൈവദാസന്മാർ വന്നു. ഇദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു. വചനം വായിച്ചു. ആ കിടക്കയിൽ നിന്നും കർത്താവ് ഒരു ദിവസം അത്ഭുതകരമായി അദ്ദേഹത്തിനെ വിടുവിച്ച സാഹചര്യത്തില് കൊച്ചിയില് വലിയൊരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുക. അദ്ദേഹം എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി രക്ഷ എന്ന ഒരു ചെറിയ ബുക്കിലെറ്റ് എഴുതി അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യവും അഡ്രസ്സും എല്ലാം വെച്ച് ഓരോരുത്തർക്ക് കൊണ്ടുകൊടുത്തു. ചില ആൾക്കാർക്ക് കൊണ്ടുകൊടുത്തപ്പോൾ അവർ പുച്ഛത്തോടെ അതിനെ വലിച്ചു കയറി ഇദ്ദേഹത്തിന്റെ മുഖത്തെറിയുവാനും ചിലർ അതിനെ ചുരുട്ടി ഫുട്ബോൾ പോലെ എറിയുവാനും ഒക്കെ ഇടയായി. അദ്ദേഹം മാറി നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ തരേണ്ടത് തന്നു, നീ അത് വായിച്ചില്ല, ഇതിൽ നഷ്ടമായത് നിനക്കാണ്. പ്രൈസ് ദി ലോർഡ്. ചിന്തകളോ ചിന്താഗതികളോ എല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ ഇടയിൽ നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാതെ ഭാരത്തോടുകൂടി കടന്നു വരുന്ന ആരെങ്കിലും ഒരാളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹത്തിന് നമ്മൾ തടസ്സമാകരുത്. ദൈവം എന്നെ അനുഗ്രഹിച്ച പോലെ അവരെ അനുഗ്രഹിക്കണമെന്ന് നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരുന്നത്. നമ്മളെ വീണ്ടെടുത്ത കർത്താവ് പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ടാൽ അവരുടെ മധ്യത്തിൽ ഞാൻ ഇറങ്ങി വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഐക്യതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരുപക്ഷെ ശാരീരിക അസ്വസ്ഥതയായിരിക്കാം, മാനസിക പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിന്റെ ജോലിയുടെ പ്രശ്നങ്ങളായിരിക്കാം, ഇങ്ങനെ പ്രതികൂലങ്ങളുടെ ഇടയിലായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ നമ്മളെക്കാളും പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെയല്ല, നമ്മൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന നമ്മൾ കടന്നു പോകുന്ന മേഖലകളിൽ ഉണ്ടായിരിക്കാം. അവിടെ ദൈവം മകൾ അല്ലെങ്കിൽ ദൈവം മകൻ എന്ന ലേബലിലാണ് മനുഷ്യർ നമ്മളെ കാണുന്നത്. അവിടെ നമ്മുടെ കർത്താവിന്റെ നാമം ഇടിയുവാൻ നമ്മൾ നിമിത്തം അനുവദിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായി വായിക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 21 verse 9. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇസ്രായേൽ ജനം കൂടാരം മാറി ഇങ്ങനെ മാറ്റിയടിച്ച പല പ്രാവശ്യങ്ങൾ അവർ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഞങ്ങൾക്ക് കഴിപ്പാനില്ല, ഞങ്ങൾക്ക് കുടിക്കാനില്ല, ഞങ്ങൾക്ക് ഭക്ഷിപ്പാനില്ല, ഞങ്ങൾ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ള പിറുപിറുപ്പുകളെല്ലാം അനവധി പ്രാവശ്യം ദൈവം കേട്ടു. അവർ വല്ലാതെ വിശന്ന സമയത്ത് അവർക്ക് ഭക്ഷിപ്പാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മന്ന അയച്ചു കൊടുത്തു. മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമായത് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തു. ദാഹിച്ചു വരേണ്ട സമയത്ത് പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു. മാറയുടെ അനുഭവത്തിൽ, കയ്പുനീരിന്റെ അനുഭവത്തിൽ കടന്നുപോയപ്പോൾ മാറിയ ദൈവം മധുരമാക്കി കൊടുത്തു. ഫറവോനും സൈന്യവും പുറകിൽ കൂടി വെല്ലുവിളിയുമായി വന്നപ്പോൾ സർവശക്തനായ ദൈവം ചരിത്രത്തിൽ തന്നെ മാറ്റി എഴുതിക്കൊണ്ട് കടലിനെ പിളർന്ന് ഉണങ്ങിയ നിലമായി വഴിയൊരുക്കി കൊടുത്തു. ഇത്രയും അത്ഭുതങ്ങൾ അതിശയകരമായി ദൈവം
ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തു. ചുടുകല്ലുണ്ടാക്കി ചെളി ചവിട്ടി മയപ്പെടുത്തി അവർ വല്ലാതെ കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് വിശ്രമമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് എന്റെ ജനമാണ്, അവർ എന്നെ ആരാധിക്കേണ്ടവരാണ്, അവരുടെ മേൽ എന്റെ വാഗ്ദത്തം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അബ്രഹാമിന്റെ മേലുള്ള വാഗ്ദത്തം ദൈവം ഓർത്തു, ഇസഹാക്കിന്റെ മേലുള്ള വാഗ്ദത്തം ഓർത്തു. അങ്ങനെ എന്നിവർക്ക് കൊടുത്തിട്ടുള്ള അനവധി വാഗ്ദത്തങ്ങൾ ദൈവം ഓർത്ത ഇസ്രായേൽ ജനത്തെ ഈ മിസ്രൈമ്യ പോരിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ശക്തനായ മോശയെയും ദൈവം കാലാകാലങ്ങളിൽ ഉയർത്തി മെനഞ്ഞ് പണിത് എടുത്തു എങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്നലെ കണ്ട ഇസ്രായേൽ ജനം ദൈവം കൊടുക്കുന്ന മന്നയും ദൈവം കൊടുത്ത വെള്ളവും കുടിച്ച് തൃപ്തി പ്രാപിക്കേണ്ടതായ സാധാരണക്കാരായ ദൈവജനം അവരുടെ ഹൃദയം നിഗ്രഹിച്ചു. അവരുടെ മേൽ അഹങ്കാരം കടന്നു വന്നു. കുറ്റപ്പെടുത്തലിന്റെ അവരുടെ ലാംഗ്വേജിന്റെ സ്റ്റൈലുകൾ മാറി. ഇന്നലെ വരെ വിശന്ന് കിടന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഞങ്ങൾക്ക് വിശക്കുന്നു. അല്ലെങ്കിൽ മോശയുടെ മകനോട് അടുത്ത് വന്നു, നിന്റെ ദൈവത്തോട് ചോദിക്കുക, ഞങ്ങൾക്ക് വിശക്കുന്നു, ഈ വിശപ്പ് മാറാൻ എന്തെങ്കിലും തരുവാൻ. മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, ഞങ്ങളുടെ കന്നുകാലികൾക്ക് ദാഹിക്കുന്നു, അവർക്ക് വെള്ളമില്ലാതെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെള്ളമില്ലാതെ അവരിപ്പോൾ മരിച്ചു വീഴും ഈ മരുഭൂമിയിൽ. നീ നമ്മുടെ ദൈവത്തോടൊന്ന് ചോദിക്ക, ഈ മരുഭൂമിയിലും വെള്ളം തരുവാൻ ദൈവം ശക്തനാണെന്ന്. പലപ്പോഴും ഈ ഇസ്രായേൽ ജനം ദൈവസ്ഥനെ കടന്നുപോയി ചോദിച്ചതാ. ദൈവം അതിനുള്ള വഴികൾ തുറന്നു കൊടുത്തതാ, കാടപ്പക്ഷികളെ കൊടുത്തതാ, രുചി മാറ്റുവാൻ. ഇതെല്ലാം അനുഭവിച്ചവരാ, ഇതെല്ലാം അനുഭവിച്ചവർ ഇതാ മരുഭൂമിയിൽ വിടുതലിന്റെ സമയമായപ്പോൾ, വിടുതൽ പ്രാപിക്കേണ്ട സമയമായപ്പോൾ അഹങ്കാരം എന്ന പിശാചവരുടെ മേൽ വ്യാപരിച്ച് അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുക്കുവാൻ തുടങ്ങി. ഞങ്ങൾ മടുത്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെ കേൾക്കാറുണ്ട്. മടുത്തു, ഈ ജീവിതം എന്തിനാ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, ഇത്രയും നാളും ജീവിച്ചിട്ട് എന്തുണ്ടായി, ദുഃഖമല്ലാതെ സന്തോഷം കിട്ടിയിട്ടില്ല, സമാധാനമായി ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, ജാതികള് നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഓരോരോ എക്സ്ക്യൂസുകളും ഓരോരോ സമയങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കുറ്റപ്പെടുത്തലുകളുമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേൽ ജനത്തിന് മേല് ആ വലിയൊരു അഹങ്കാരത്തിന്റെ കൊമ്പ് മുളച്ചിട്ട് അവർ ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും പിറുപിറുക്കുവാൻ തുടങ്ങി. ആ 21-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞ ചരിത്രത്തെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിനെതിരായി പിറുപിറുക്കുന്നത് ദൈവം ഒരിക്കലും സഹിക്കത്തില്ല. ദൈവജനമേ, ദൈവത്തിന് അഭിഷക്തനെതിരായി പിറുപിറുക്കുന്നത് ദൈവം ഒരിക്കലും സഹിക്കത്തില്ല. ദൈവജനമേ, നിന്നെ തൊടുന്നവൻ എന്നെ തൊടുന്നു എന്ന് ദൈവവചനം പറയുന്നു. അഭിഷക്തന് മേലെ കൈ ഓങ്ങിയവനെ പ്രതികാരം ചെയ്യുന്ന ദൈവമുണ്ട് എന്ന് ദൈവവചനം നമ്മളെ അറിയിച്ചു. ഇവിടെ പിറുപിറുപ്പ് അത് പാളയത്തിന് മുകളിൽ വലിയൊരു ആരവമായി തീ കത്തുന്നത് പോലെ ഒരിടത്തുനിന്ന് കത്തിയാൽ ദേശം മുഴുവനും മുടിച്ചു കളയുന്ന കാട്ടഗ്നി പോലെ ഈ പിറുപിറുപ്പ് പാളയത്തിനുള്ളിൽ വ്യാപരിച്ചു. ഇന്നലെ വരെ നടത്തി മരുഭൂമിയിൽ കൂടി പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസമമായി നടത്തുന്ന ദൈവത്തെ പ്രതിജലിച്ചു മാറുന്ന ഒരവസ്ഥ അവിടെ കടന്നു വന്നു. ദൈവത്തിന് വില കൊടുക്കാതെ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ആ പാളയത്തിനുള്ളിൽ വന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ വലിയൊരു കോപം വ്യാപരിച്ചു. ആ ദൈവത്തിന്റെ കോപമാണ് അവിടെ അഗ്നിസർപ്പമായി ആ സ്വർഗത്തിലെ ദൈവം അഗ്നിസർപ്പത്തിന്റെ ശാപം അയച്ചതായി നമുക്ക് വായിക്കുവാൻ കഴിയും. ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് കാരണം ദൈവം അവർക്കെതിരായി അഗ്നിസർപ്പത്തെ അയച്ചു. ഈ അഗ്നിസർപ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന സർപ്പമല്ല. നമ്മൾ പലവിധമായ പാമ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മൂർഖൻ പാമ്പ്, അണലി, അങ്ങനെ പലവിധമായ പാമ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ പാമ്പിന് വലിയ പ്രത്യേകതയുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിന്റെ പ്രത്യേകത, ഈ പാമ്പ്
ഈ അഗ്നിസർപ്പം വന്ന് ആരെങ്കിലും കൊത്തിക്കഴിഞ്ഞാൽ അവന്റെ ശരീരം, ഒരു വ്യക്തിയുടെ ശരീരം തീപ്പൊള്ളലേറ്റ് എങ്ങനെ വേദനിക്കുമോ അതുപോലെ ശരീരം മുഴുവനും വേദന കൊണ്ട് പൊളഞ്ഞ് അന്നേരം അവിടെ വീണ് മരിക്കുന്ന അത്രയും വിഷമുള്ള ആ ഒരു സർപ്പത്തെയാണ് ദൈവം അവിടെ അയച്ചത്. ചൂടുകൊണ്ട്, തീ കൊണ്ട് പൊള്ളുമ്പോൾ നമുക്കറിയാം ശരീരം പൊള്ളിക്കഴിഞ്ഞാൽ എന്തുമാത്രം നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടാകുമെന്ന്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. ദേഹത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് പൊള്ളിക്കഴിഞ്ഞാൽ, ചെറിയ പൊള്ളലൊന്നുമല്ല, ഒരു വലിയ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. അത്രയും ആഴത്തിലുള്ള വേദനയാ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന. എന്നാൽ അഗ്നിസർപ്പത്തിന്റെ കൊത്തേറ്റാൽ അങ്ങനെയല്ല, അതിലുപരിയായി വേദന ഉണ്ടാകുമെന്ന് വേദപുസ്തക ചരിത്രം പഠിപ്പിക്കുന്നു. അതിലുപരിയായി, അതായത് ഒരു പൊള്ളലേറ്റ് ആ പൊള്ളലിന്റെ മാംസപേശികൾ വലിച്ചു മുറുകുന്ന ആ ഒരു വേദനയെക്കാളും ഉപരിയായുള്ളൊരു വേദന ഈ സർപ്പത്തിന്റെ വിഷമകത്ത് ചെല്ലുമ്പോൾ അവിടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് വേദപുസ്തക ചരിത്രം പറയുന്നു. വെറുതെക്കുന്നവർക്കെതിരായി ദൈവം അയക്കുന്ന ശിക്ഷയാണ്. ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. ആ പാളയത്തിന്മേൽ ഇറങ്ങി വന്ന അഗ്നിസർപ്പത്തിന്റെ ഭിക്ഷവാദ. ഇങ്ങനെ അനേകർ മരിക്കുവാൻ തുടങ്ങി. അഗ്നിസർപ്പം വന്ന് ഓരോരുത്തരെ കൊത്തുവാൻ തുടങ്ങി. തെരഞ്ഞു പിടിച്ചു തുകത്തി എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാം. കാരണം ആ പാളയത്തിൽ തന്നെ മോശെ ഉണ്ടായിരുന്നു, അഹരോൻ ഉണ്ടായിരുന്നു, യോശുവ ഉണ്ടായിരുന്നു, അവരുടെ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ പരിപാലനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ അറിയുന്നതിനെ അത് കൊത്തിയിട്ടില്ല. സ്തോത്രം. ദൈവത്തിന് വിരോധമായി പിറുപിറുത്തതിനെ മാത്രം കൊത്തിയെന്ന വേദപുസ്തക ചരിത്രം പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചിട്ട് ദൈവത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആ ദൈവത്തിനെതിരായി കുറ്റം പറയുന്നത് അത് ദൈവത്തിന് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. അപ്പോൾ തെരഞ്ഞു പിടിച്ചു കൊത്തിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് യാതൊരു സംശയമില്ല. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇങ്ങനെ ആൾക്കാർ കത്തു വീണു. പിറുപിറുത്തവർക്ക് മനസ്സിലായി നമ്മൾ കളിക്കുന്നത് വെറും നിസാരക്കാരനോടല്ല, നമ്മൾ കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കുന്നത് സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവത്തെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വീണ്ടും മോശയുടെ സന്നിധിയിൽ വന്ന് നിലവിളിക്കുന്നതായി നമുക്ക് അധ്യായത്തിൽ കാണുവാൻ കഴിയും. നിന്റെ ദൈവത്തോട് അപേക്ഷിച്ച് ഞങ്ങൾ നിനക്കെതിരായും ദൈവത്തിനെതിരായും പാപം ചെയ്തു, ഞങ്ങൾ പിറുപിറുത്തു, ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ശാപമായ അഗ്നിസർപ്പത്തെ ഞങ്ങളുടെ ഇടയിൽ നിന്നും ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവൻ ഇത് നിന്റെ ശിക്ഷാവിധിയാ, നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് മാറി നിൽക്കത്തില്ല. മാനസാന്തരപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തിയിൽ എതിരായി പ്രതികരിച്ചു നടന്നുവെങ്കിലും ദൈവത്തിന്റെ സമയമായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മോശ ദൈവസന്നിധിയിൽ ആമേൻ മുഴങ്കാൽ മടക്കി നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് നീ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അത് ഈ പാളയത്തിന് നടുവിൽ ഉയർത്തുവാൻ പറഞ്ഞു. ഇസ്രായേൽ ജനത്തിന് ഇസ്രായേൽ ജനത്തിൽ ആരെങ്കിലും ഒരാളിന് അഗ്നിസർപ്പം വന്ന് കടിച്ചാൽ അവർ വിശ്വാസത്തോടുകൂടി ഈ പാളയത്തിന്റെ നടുവിൽ നിർത്തിയിരിക്കുന്ന ഈ താമ്ര സർപ്പത്തെ നോക്കിയാൽ വിടുതൽ പ്രാപിച്ചു. അതുപോലെ തന്നെ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായി ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി. ഇസ്രായേൽ ജനമെന്ന് പാപം ചെയ്ത അവരുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവരുടെ പാപത്തിന് പകരമായി ദൈവം അഗ്നിസർപ്പത്തെ അയച്ച് ഈ അഗ്നിസർപ്പം അവരെ കൊത്തി അവർ വേദനയോടുകൂടി പുളഞ്ഞ് അവരെ ഉള്ളിൽ നിലത്ത് വീണ് സഹിക്കാൻ വയ്യാതെ അല്പമേ പ്രാണനുള്ളൂവെങ്കിലും അവർ വിശ്വാസത്തോടെ പാളയത്തിന്റെ നടുവിൽ സകല ജനവും കാണെ ഉയർത്തിയിരിക്കുന്ന താമര സർപ്പത്തെ നോക്കിയാൽ അവർക്ക് ജീവൻ കിട്ടും. അതുപോലെ തന്നെ ദൈവജന വിശ്വാസത്തോടുകൂടി
എന്റെ കർത്താവിന്റെ പാവങ്ങൾ പോറ്റി എന്റെ കുറവുകൾ മാറ്റി എന്നെ വീണ്ടെടുത്ത് എന്റെ പ്രശ്നങ്ങളിൽ നിന്നൊരു വിടുതൽ തരുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുന്നവരുടെ മേൽ ജീവരക്ഷ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി എന്നെ രാത്രികാലം നമ്മുടെ ഓർമ്മിപ്പിക്കുക. മോക്ഷതാമ്ര സർപ്പം ഉയർത്തിയത് പാളയത്തിന്റെ മധ്യത്തിലാണ്. ദൈവം നമ്മുടെ വീണ്ടെടുപ്പ് അയച്ചത് ഭൂമിയുടെ മധ്യഭാഗത്തിൽ കാൽവരി കുരിശിലാണ്. കർത്താവ് പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി. മരണത്തോട് മല്ലടിക്കുന്ന രോഗമാണോ, മരണത്തോട് മല്ലടിക്കുന്ന ശാപമാണോ, മരണത്തോട് മല്ലടിക്കുന്ന വേദനകളാണോ, ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. കർത്താവിലേക്ക് നമുക്കൊന്ന് നോക്കാം. വിശ്വാസത്തിന്റെ നായകനായ കർത്താവ്, വിടുതൽ തരുന്നവനായ കർത്താവ്, വിടുവിക്കുന്നവനായി നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവായ യേശുവേ, അവിടെ നിന്ന് വിടുവിക്കണമേ, കർത്താവായ യേശുവേ, അവിടെ നിന്ന് രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നുവെങ്കിൽ ഭക്തന്റെ നിലവിളിയുടെ മേൽ മനസ്സലിഞ്ഞിറങ്ങി വന്ന് വിടുതൽ തരുന്ന കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. അന്ന് ഇസ്രായേൽ ജനത്തിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ മോശെ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി കർത്താവിനോട് എപ്പോഴും എന്തും ചോദിക്കുവാനുള്ള അധികാരവും കാര്യസ്ഥനയും ദൈവം നമുക്ക് തന്നിരിക്കുക. നമ്മൾ ചെയ്യേണ്ടതൊന്നാണ്, നമ്മുടെ പിറുപിറുപ്പുകൾ മാറ്റിയിട്ട് നമുക്ക് വേണ്ടി യാഗമായ കർത്താവിങ്കിലേക്കൊന്ന് നോക്കാം. നമ്മുടെ നോട്ടം കണ്ട് അനേകർ നമുക്ക് പിന്നാലെ കടന്നു വരട്ടെ. മോക്ഷതാമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി, പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചാൽ അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. താമ്ര സർപ്പം ക്രിസ്തുവിന് മുമ്പുള്ള ഉയർപ്പിനെ സൂചിപ്പിക്കുന്നു. അന്ന് അവിടെ ആ ഇസ്രായേൽ ജനത്തിന്റെ പാളയത്തിന് മധ്യത്തിൽ ഉയർത്തപ്പെട്ട ഒരു താമ്ര സർപ്പം, അത് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന് ക്രൂശീകരണമുണ്ട് എന്നും ഉയർപ്പുണ്ട് എന്നും ദൈവത്തിന്റെ ഒരു ആലോചനയായി നിറവേറിയതായി വേദപുസ്തക ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അഗ്നിസർപ്പത്തിന്റെ വേദന സഹിക്കാൻ വയ്യാത്തതായിരുന്നു. അഗ്നിസർപ്പത്തിന്റെ വേദന സഹിക്കാൻ വയ്യാത്തതായിരുന്നു മനുഷ്യന്. വേദന സഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ആരെങ്കിലും നോക്കിയാലാണ് അവന്റെ പേരിൽ വിടുതൽ ഇറങ്ങി വരുന്നത്, അവന്റെ വേഷം ഇറങ്ങിപ്പോകുന്നത്. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ എന്റെ യേശു എന്റെ പ്രശ്നങ്ങൾക്ക്, എന്റെ യേശു എന്റെ സകല പ്രശ്നങ്ങൾക്ക് മതിയായവനായി, എന്റെ യേശു എന്റെ സകല പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിടുതൽ തരുവാൻ എന്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കാൽവരി കുരിശിലല്ല, മരിച്ചവിടെ മധ്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ദൈവജനമേ, നമ്മുടെ മുഖം വാടി വരണ്ട് പോകത്തില്ല, നമ്മുടെ മുഖം സ്തുതിക്കാതിരിക്കത്തില്ല, നമ്മുടെ അതിനം സ്തുതിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആനന്ദം ഇങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവില്ല, നമ്മൾ നോക്കിയിരിക്കുന്ന യേശുവില്ല. യേശുവിനെ നോക്കുമ്പോൾ അറിയാം ദയനീയമായ നോട്ടം, എഴുന്നേൽക്കാൻ വയ്യാതെ വിഷബാധയേറ്റ് ശരീരമാസമനം തളർന്ന് അവശനായി കിടന്ന് ഒരുത്തന് ഏത് അവസ്ഥയിലായിരിക്കും താമ്ര സർപ്പത്തെ നോക്കിയത്? അവൻ നോക്കുന്ന ആ ദയനീയ അവസ്ഥ സ്വർഗത്തിലെ ദൈവം കണ്ടു. അതുപോലെ തളർന്ന മാനസികമായി ശാരീരികമായി ജീവിതത്തോട് മൽപ്പിടുത്തം ചെയ്ത് തളർന്ന അവസ്ഥരായിരിക്കുന്ന ദൈവജനമേ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവുണ്ട്, നമ്മുടെ വിഷം ഇറക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ ശാപങ്ങൾ ഇറക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ വേദനകൾ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. മുറിവ് കെട്ടുന്നവൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്, ഞെക്കിപ്പിഴിയുന്നവൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ആമേ, രോഗം എന്താണെന്ന് മനസ്സിലാക്കി മെഡിസിൻ തന്നവൻ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യം അറിഞ്ഞാൽ ഇപ്പോൾ നിനക്ക് വേണ്ടത് മധുരമുള്ളൊരു വെള്ളമാണോ അത് തരുവാൻ ശക്തനായ ദൈവമുണ്ട്.
മാറിയ മധുരമാക്കാൻ കഴിവുള്ള കർത്താവാ, മാറിയ പിളർന്ന് വെള്ളം തരാൻ കഴിവുള്ള ദൈവമാ ഇന്ന് രാത്രികാലം നമ്മുടെ അടുക്കലുള്ളത്. ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ കഴിയുമോ കർത്താവ്? എന്റെ വിഷയം ഇതാണപ്പാ. 21-ാമത്തെ വാക്യം, 2 Corinthians chapter 5 verse 21. പാപം അറിയാത്തവന് നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തൊരു കുഞ്ഞാടിനെ, പാപമറിയാത്ത സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി, പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ, പാളയത്തിന് മധ്യത്തിൽ താമ്രപുറ്റി ഉയർന്നപ്പോൾ പുതിയ നിയമവിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിനായി ഒരു കാൽവരി കുരിശും ഉയർന്നു. നമുക്ക് വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 3 verse 40. മരുഭൂമിയിൽ ശബ്ദത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇത് ദൈവത്തിന്റെ നീതിയായിരുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. പാളയത്തിന് മധ്യത്തിൽ താമ്ര സർപ്പം ഉയർന്നപ്പോൾ ഇവിടെ നമ്മുടെ വീണ്ടെടുപ്പിനായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തേണ്ടതാകുന്നു എന്ന ദൈവത്തിന്റെ ഹിതത്തിൽ ചേർത്തിരുന്നു ദൈവജനമേ. എത്ര സ്തുതിച്ചാലും മതി വരാതെ വണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഈ പാളയം ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് വാഗ്ദത്ത ദേശത്തിലെത്തിയപ്പോഴും ഈ താമ്ര സർപ്പം അവിടെ ഉണ്ടായിരുന്നു. ഈ താമ്ര സർപ്പത്തെ പിൻകാലങ്ങളിൽ ഏകദേശം 900 വർഷത്തോളം ദൈവമായി ആരാധിച്ചു പോകുന്ന വേദപുസ്തക ചരിത്രം വിവരിക്കുന്നു. പിന്നീട് നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്താണ് ആ വിഗ്രഹത്തെ തകർത്ത് കളഞ്ഞതായി ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് വീണ്ടും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. എഫേസ്യൻസ് ചാപ്റ്റർ 2 verse 7 and 8. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ഉം 8-ഉം. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ച അതേ വാക്യം തന്നെ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാ. നമ്മളിവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ദാനമാ. നമുക്ക് തന്നിട്ടാ ദൈവം പറയുന്ന നീ എന്നെ സ്തുതിക്കുന്ന. നമ്മളാണെങ്കിൽ പറയും അഡ്വാൻസ് ആയിട്ട് എനിക്ക് താന്ന് പറയും. ദൈവം അങ്ങനെയല്ല, നമുക്ക് തന്നിരിക്കുക. ആരോഗ്യം തന്നു, ബലം തന്നു, ജ്ഞാനം തന്നു, ബുദ്ധി തന്നു, പണം തന്നു, സമ്പാദ്യം തന്നു, സകലവിധ പ്രൊട്ടക്ഷനുകൾ തന്നു, സകലവിധ നന്മകൾ തന്നു. എങ്കിലും നമുക്ക് സ്തുതിക്കുന്നതിന് മടിയായിരിക്കുക. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മോശയുടെ സമയത്ത് സംഖ്യാപുസ്തകത്തിൽ 21-ാം അധ്യായത്തില് അന്നേരം വിടുതൽ വേണമെങ്കിൽ താമ്ര സർപ്പത്തിൽ നോക്കിയാലേ രക്ഷയുള്ളൂ. ഇന്നുണ്ടായിരുന്ന ഹൈടെക് മെഡിക്കൽ കോംപ്ലക്സ് ഒന്നും അന്നില്ലായിരുന്നു. അന്ന് വിടുതൽ വേണമെങ്കിൽ ദൈവത്തിന് നിലവിളിക്കണം. അന്നവർ നിലവിളിച്ചു. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ദൈവം വിടുതൽ കൊടുത്തു. വിശ്വസിക്കുന്നവന്റെ മേൽ വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല.
ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ 99 നമ്മുടെ രോഗങ്ങളും ശാപങ്ങളും അഴിഞ്ഞു പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ഉണ്ടാകുന്ന 1-2% അത് വിശ്വാസത്തിൽ ദൈവജനം യുദ്ധം ചെയ്ത് നേടിയെടുക്കേണ്ടതാ. ആരാധിക്കുന്ന ദൈവ പൈതൽ, സ്തുതിക്കുന്ന ദൈവ പൈതൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവ പൈതൽ, അവന്റെ സ്തുതിയുടെ ശബ്ദം ഉയരുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾക്കും അവരുടെ മനസ്സിനും മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം രീതിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം സമാഗമന കൂടാരത്തിന്മേൽ ഇറങ്ങി വന്നതുപോലെ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവജനം ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങൾ വേദനകൾ മാറ്റിവെച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ ദൈവ തേജസ് ഇറങ്ങി വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വാഴ്ത്തത്വം അന്നും ഇന്നും ജീവിക്കുന്നു. ഇന്ന് ദൈവമക്കൾ വിശ്വസിച്ചാലും എന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ഒരു പ്രശ്നം വന്ന് നോക്കട്ടെ, നമ്മളത് നേടിയെടുക്കുവാൻ ഏതറ്റം വരെയും പോകും. കൈക്കൂലി കൊടുത്താണെങ്കിൽ കൈക്കൂലി കൊടുക്കാൻ നമ്മൾ പോകും. റെക്കമെൻഡ് ചെയ്യാനാണെങ്കിൽ റെക്കമെൻഡ് ചെയ്താലും നമ്മൾ പോകും. കൃപയുടെയും ദൈവ സാന്നിധ്യത്തിന്റെ കാര്യമാകുമ്പോൾ അതിന്റെ പിന്നാലെ വരുമെന്നുള്ള മനോഭാവം വിട്ടു കളഞ്ഞിട്ട് ഈ കൃപയുടെ പിന്നാലെ എനിക്ക് പോകണം, എനിക്ക് കൃപ പ്രാപിക്കണമെന്ന് ഈ ദിവസങ്ങളിൽ ഉറച്ചൊരു തീരുമാനമെടുക്കാം. ശലോമനോട് ദൈവം ചോദിച്ചു, നിനക്ക് എന്ത് കൃപയാ വേണ്ടിയത്? ശലോമൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനം മാത്രം മതി. ഈ ജനത്തെ നയിപ്പാൻ തക്കവണ്ണോടൊരു ജ്ഞാനം എനിക്ക് മതി. മോശ ദൈവത്തോട് ബുദ്ധിപൂർവ്വം ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകണമെങ്കിൽ ദൈവമേ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിന് അടയാളമായി പകൽ മേഘസ്തംഭം ഞങ്ങൾക്ക് മുമ്പായി കടന്നു പോകണം. മേഘസ്തംഭം നിൽക്കുമ്പോൾ ഞങ്ങൾ നിൽക്കും. ഞങ്ങൾ ഒരേ മുന്നോട്ട് വയ്ക്കത്തില്ല, അവർ അതുപോലെ ചെയ്തു. അഗ്നിസ്തംഭം നിൽക്കുമ്പോൾ ഞങ്ങൾ നിൽക്കും. ഇതിൽ വലിയ മർമ്മങ്ങളും അർത്ഥങ്ങളും മറിഞ്ഞു കിടക്കുക. മരുഭൂമിയിൽ കൂടി തന്റെ ജനം നടന്നു പോകുമ്പോ അവർക്ക് ചൂട് ഏൽക്കാതെ വണ്ണം മേഘസ്തംഭം അവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയി. ഇന്നുള്ളതുപോലെ 10-100 kV വൈദ്യുതി ഉൽപ്പാദിക്കുവാൻ കഴിയുന്ന ജനറേറ്റർ ഒന്നും വന്നില്ലായിരുന്നു. തന്റെ ജനം ഇരുട്ടത്ത് വീണ് ശാപത്തിൽ അകപ്പെടാതിരിപ്പാൻ തക്കവണ്ണ രാത്രിയിൽ അഗ്നിസ്തംഭമായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആ അഗ്നിസ്തംഭം ഇന്ന് രാത്രിയും നമ്മുടെ ഇരുട്ടായി കിടക്കുന്ന ജീവിതത്തെ വെളിച്ചമാക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവ് വെളിച്ചമായി നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിനെ ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കാൻ കഴിയുമോ? അപ്പ അങ്ങനെ സ്ഥാനത്ത് എനിക്ക് വേണം. അങ്ങനെ ഹിതമായ വഴി കൂടെ നടക്കണം. വിശ്വാസത്തിൽ ഉറപ്പുണ്ടെങ്കിൽ മോശ ദൈവത്തോട് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഈ ഇരുട്ടേറിയ ജീവിതത്തിൽ നടക്കുമ്പോൾ രാത്രിയിൽ അഗ്നിസ്തംഭമായ എന്റെ കൂടെ ഇരിക്കണമെന്ന്, ഞാൻ ഈ ചൂടേറിയ മരുഭൂമിയിൽ ആപത്തനസ്ഥകളിൽ നടക്കുമ്പോ പകൽ മേഘസ്തംഭമായി എവിടെ നിന്ന് എന്റെ കൂടെ ഉണ്ടാകണമെന്ന് അങ്ങനെ പറയുന്നു. ദൈവജനത്തിന് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്റെ തൂവൽ കൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ തൂവൽ കൊണ്ട് മറയ്ക്കും. രാത്രിയിലെ ഭയത്തെ നിനക്ക് പേടിക്കേണ്ടി വരത്തില്ല. പകൽ പറക്കുന്ന അസുഖത്തെ നിനക്ക് പേടിക്കേണ്ടി വരത്തില്ല. ഒരു അഗ്നിസ്തംഭവും അവിടെ ഇറങ്ങി വരത്തില്ല. ഒരു ആഭിചാരവും ഇറങ്ങി വരത്തില്ല. ഒരു ശാപം പോലും ഇറങ്ങി വരത്തില്ല. ഒരു രോഗബന്ധനം മുളച്ചു വരത്തില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ. ആമേൻ. ഞാനെന്നും സന്തോഷിക്കേണ്ടവളാ, ഞാൻ എപ്പോഴും സ്തുതിക്കേണ്ടവളാ, ഞാൻ എപ്പോഴും സന്തോഷിക്കേണ്ടവനാ, ഞാൻ എപ്പോഴും സ്തുതിക്കേണ്ടവനാണെന്ന് ഒരു കുറ്റബോധം ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുത്തം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മുടെ കൂടെ വരും. ദൈവജനമേ, 30 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി നടക്കേണ്ടി വന്നിട്ടും ദൈവത്തിന്റെ വചനം പറയുന്നതാണ്, അവരുടെ ചെരിപ്പ്
തേഞ്ഞു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അവരുടെ വസ്ത്രം വീണിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രികാലം ദൈവത്തിന് ഇരിക്കുന്ന ദൈവജനമേ, ഒരിക്കലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ സാമഗ്രികൾ നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോ വാഴ കൊലച്ചു, ഇപ്പോഴതിന്റെ ഫലമെടുത്ത് കായ്ക്കാം അല്ലെങ്കിൽ പഴമെടുത്ത് തിന്നാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഇതാ വന്നു കാറ്റടിച്ച് അതിനെ മറിച്ചിട്ടു. സ്വതന്ത്രം അതിന് എന്തെങ്കിലും ഉപയോഗത്തിന് കൊള്ളുമോ? ഒന്നിനും കൊള്ളത്തില്ല. അതുപോലെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വളരുന്നുവെങ്കിലും കൊയ്തെടുക്കാൻ കഴിയാത്തവണ്ണം ദുഷ്ടപിശാച് തളർത്തിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കുക, ദൈവകൃപ അന്വേഷിക്കേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് വേണ്ടി ഭൂമിയുടെ മധ്യത്തിൽ ഉയർത്തപ്പെട്ട കർത്താവായ യേശുവിനെ നോക്കേണ്ട സമയം വന്നിരിക്കുന്നു. ആ കർത്താവിൽ നിന്ന് കണ്ണെടുക്കാതെ നമ്മുടെ കണ്ണുകൾ കർത്താവിലേക്കുണ്ട് പറയട്ടെ. എന്റെ യേശുവിനേക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്റെ യേശുവിനെ ഗീതം ഞാൻ ചെയ്യും. എന്റെ ആദരം യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഞാനുള്ള കാലം മുഴുവൻ എന്റെ ദൈവത്തെ മുഖത്തപ്പെടുത്തിക്കൊണ്ടിരിക്കും. ജീവിക്കുന്നത് ക്രിസ്തുവിനത്രയെന്ന ഒരു തീരുമാനം. ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിനത്രയെന്ന തീരുമാനം എടുത്തു നോക്കി എന്തെങ്കിലും നഷ്ടമാകുവാൻ ദൈവം അനുവദിക്കുമോ? ഇല്ല. ഒന്നും നഷ്ടമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ഉള്ളതിനെ ഉറപ്പിച്ചതാണ് വീണ്ടും വീണ്ടും ദൈവം തരും. നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ക്രിസ്തുവുണ്ട്. മരണത്തെ ജയിച്ച കർത്താവുണ്ട്. കർത്താവിനെ നമുക്ക് നോക്കി മുൻപോട്ട് യാത്ര തുടരാം. നമുക്കൊരു വാക്യം കൂടി ഒന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം ചാപ്റ്റർ 1:16, റോമർ 1:16 വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യമേ മുതലും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തിയായി വ്യാപരിക്കുന്ന മാറ്റമില്ലാത്ത ജീവനുള്ള സുവിശേഷം ഒന്ന് ഉയർത്തിപ്പിടിക്കുവാൻ അഞ്ചേടം കാണിക്കുന്ന ദൈവജനത്തെ മുമ്പിൽ സമൂഹത്തിൽ ഉയർത്തുവാനുള്ള ദൈവം, ദൈവത്തിന്റെ വചനത്തെ സുവിശേഷത്തെ പുഷ്ടിച്ചു കളയുന്ന ദൈവ പൈതലിനെ എത്ര തന്നെ നന്മകളുണ്ടെങ്കിലും ഉയരുവാൻ അനുവദിക്കത്തില്ല എന്ന് വേദപുസ്തക ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവരും അത് രക്ഷയ്ക്കായി ഉളവാകുന്ന ദൈവശക്തിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവസമയം നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. കർത്താവേ, എന്റെ ജീവിതം, എന്റെ ജോലി, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എന്റെ സമ്പാദ്യത്തിന് മേൽ, എന്റെ ആത്മീയ ജീവിതത്തിന് മേൽ അങ്ങയുടെ സാന്നിധ്യമുണ്ടാകും. ഇത്രയും നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. എന്റെ എല്ലാ അവസ്ഥയിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. ഞാൻ ഉണരുമ്പോൾ അങ്ങേ നോക്കി ഉണരുവാൻ എനിക്ക് കൃപ തരണം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പാസ്റ്റർ പഴയ നിയമകാലത്ത് നടന്ന ഇന്ന് നടക്കത്തില്ല എന്ന് ആരും പറയരുത്. പഴയ നിയമം പുതിയ നിയമ വിശ്വാസികൾക്കുള്ളതാണ്. ഇന്ന് വിശ്വസിച്ചാൽ ഇന്നും നടക്കും. ഇന്നും ചെങ്കടൽ തുറക്കാൻ ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കെതിരായി നിൽക്കുന്ന എരുകവും മതിലുകളെ തകർത്തുടച്ചു കളഞ്ഞിട്ട് വാഗ്ദത്ത ദേശത്തിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവേ, ഈ നശ്വര ജീവിതത്തിലെ നശ്വരമായതിനല്ല, പ്രത്യാശയോട് അവിടുന്ന് എനിക്ക് വേണ്ടി ഉയർത്തപ്പെട്ട അങ്ങയുടെ ആ തിരുമുഖം നോക്കി ഞാനിതാ വരുന്നുവെന്ന് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിക്കാൻ കർത്താവുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.